ശ്രീ കെ എം ഷാജഹാൻ രാഷ്ട്രീയ നിലപാടെടുത്തു ബാലകൃഷ്ണപിള്ള. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശയവിനിമയം നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ആ വാക്ക് പാലിക്കുന്നു. ഇത്ര ലളിതമാണ്, ഒന്നും ഒളിച്ചു കടത്തുന്നില്ല എന്നാണ് ശ്രീ വിജയരാഘവൻ പറയുന്നത്. അല്ല വേണു, ഇതിനകത്ത് ഇപ്പോൾ വിജയരാഘവൻ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടു. എന്നെ സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ഞെട്ടിച്ചത് CPI നേതാവ് കാനൻ രാജേന്ദ്രൻ പറഞ്ഞൊരു അഭിപ്രായമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, UDFൻ്റെ ഭരണകാലത്ത് ബാലകൃഷ്ണപിള്ളയ്ക്കുണ്ടായിരുന്ന എല്ലാ അധികാരാവകാശങ്ങളും നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഇടതുപക്ഷത്തേക്ക് ബാലകൃഷ്ണപിള്ളയെ ക്ഷണിച്ചതെന്ന്. അപ്പം കാനൻ രാജേന്ദ്രൻ പരസ്യമായി വന്ന് പറയുകയാണ്, UDFൽ എന്തൊക്കെ സ്ഥാനങ്ങളുണ്ടായിരുന്നോ അത് LDFലും തരാം. അപ്പോൾ UDFൽ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാനങ്ങളും LDFനും തരുമെങ്കിൽ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് വിലയിരുത്തണമല്ലോ. ഇപ്പം മറ്റു കാര്യങ്ങളിലൊക്കെ അവർ പുരോഗമനപരമായ അഭിപ്രായങ്ങൾ പറയുന്നവരാണെങ്കിൽ പോലും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞില്ല. ക്യാബിനറ്റിലും ഇത് സംബന്ധിച്ച് ഒരു വ്യത്യസ്ത അഭിപ്രായവും ഇല്ല. അപ്പം ബാലകൃഷ്ണപിള്ളയെ പോലെ ഇതുപോലെ ഇപ്പം അദ്ദേഹം നേരത്തെ ഇരുന്ന് ചോദിക്കുന്നത് കേട്ടു, ഞാൻ അഴിമതിയൊന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ, അഴിമതി എന്തെങ്കിലും നടത്തിയെന്ന് ഞാൻ പറഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയം വിട്ടു. അതായത് അഴിമതി, അതായത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ VS അച്യുതാനന്ദൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് VS അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രൗഢോജ്വലമായ ഒരു അധ്യായമായിരുന്നു ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള സമരം. 20 വർഷക്കാലം സമരം നടത്തി, നിയമ പോരാട്ടം നടത്തി ബാലകൃഷ്ണപിള്ളയെ ജയിലിലിട്ടു. ബാലകൃഷ്ണപിള്ളയെ ജയിലിട്ടുകൊണ്ട് മാത്രം തീർന്നില്ല. ജയിലിലിട്ടതിന് ശേഷം ആ ജയിലിൽ നിന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് 1 വർഷത്തിന് മുമ്പ് ആണ് അദ്ദേഹത്തെ ഇറക്കിയത്. അനധികൃതമായി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് സുപ്രീം കോടതിയിൽ പോയി. അതുകൂടാതെ വേണുവിന് ഓർമ്മയുണ്ടാവും, ജയിലിൽ നിന്ന് അദ്ദേഹം മൊബൈൽ ഫോൺ വിളിച്ചു 100 കണക്കിന്. അങ്ങനെ ബാലകൃഷ്ണപിള്ളയെ ജയിലിലിട്ടതിന് ശേഷം തന്നെ 2 പ്രാവശ്യം സുപ്രീം കോടതിയിൽ പോവുകയാണ് VS അച്യുതാനന്ദൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ, നേരത്തെ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ, അതിനുശേഷവും അദ്ദേഹം ഈ വഹിക്കുന്ന സ്ഥാനത്തിന് എതിരായിട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ UDF കൊടുത്ത അതേ സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തെ ഇവിടെ ക്യാബിനറ്റ് റാങ്കിൽ കൊണ്ടുവരുമ്പോൾ VS അച്യുതാനന്ദൻ മുതൽ CPI വരെയുള്ള കക്ഷികൾ മത്സരിച്ച് അതിനെ അനുകൂലിക്കുകയാണോ? ജനങ്ങൾക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ എന്താണ് വ്യത്യാസം? വിട്ടുവീഴ്ചയില്ലാത്ത അഴിമതി വിരുദ്ധതയുമായി അധികാരത്തിൽ വന്ന LDFന് ഈ ബാലകൃഷ്ണപിള്ളയുടെ ഈ സ്ഥാനത്തെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ശരി, ശ്രീ വിജയരാഘവൻ, അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു സർക്കാർ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ തീരുമാനങ്ങളിലേക്കൊന്നും പോവുകയായിരുന്നില്ല. ആ സർക്കാരിന് പുറത്തുനിന്ന് നിയന്ത്രിക്കുന്ന ശക്തികളുണ്ടായിരുന്നു. കാരണം അന്നത്തെ ജനവിധിയുടെ സ്വഭാവം അങ്ങനെയാണ്. 72 സീറ്റിൻ്റെ പിൻബലത്തിൽ മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കസ് കളി അന്ന് നടന്നിരുന്നത്. അന്നൊരു ഘട്ടത്തിൽ ഈ ബാലകൃഷ്ണപിള്ള ഇടഞ്ഞ അവസരത്തിൽ NSS ഇടപെട്ടുകൊണ്ടാണ് ഈ മുന്നാക്ക വികസന കോർപ്പറേഷൻ്റെ ക്യാബിനറ്റ് റാങ്കുള്ള ചെയർമാൻ പദവി എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ പുറത്തു നിന്ന് ഭരിക്കുന്ന സാമുദായിക ശക്തികൾ സൃഷ്ടിച്ച ഒരു പദവിയാണത്. അതിന് നിങ്ങൾ വലിയ തോതിൽ ജനപിന്തുണ കിട്ടിയ, ഇത്തരം ഒരു സമ്മർദ്ദങ്ങൾക്കും വിധേയമാകരുത് എന്ന ജനകീയേച്ഛയുടെ പ്രതീകമാകേണ്ട നിങ്ങൾ ആ പഴയ പരാധീനതയിലേക്ക് എന്തിനു പോകുന്നു? അല്ല, ഇതിൽ നമ്മൾ കണ്ടത് ഒരു ഭാഗം ഞാൻ പറയാം. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾ നോക്കിയിട്ട് അത് സ്വീകരിക്കുന്ന നിലപാടുകൾ നോക്കിയിട്ട് തന്നെയാണ് ഇടതുപക്ഷവും വലതുപക്ഷ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുന്നത്. അതതിൻ്റെ പോളിസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു നിയമനവുമായി ബന്ധപ്പെടുത്തിയ കാര്യം വ്യത്യസ്തമാണ്. ആ നിയമനങ്ങളുമായി ബന്ധപ്പെടുത്തി വരുമ്പോൾ നമ്മൾ കാണേണ്ടത് മുന്നണിയെ സഹായിച്ച ഒരു പാർട്ടിയാണ്. മുന്നണിയെ സഹായിച്ച ഒരു പാർട്ടിയല്ലേ. മുന്നണിയെ സഹായിച്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുന്നണിയിൽ പിന്നെ നമ്മളെ സഹായിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കും പിന്നെ മറ്റ് നിലയിൽ സഹായിച്ചവർക്കും നമ്മൾ കോർപ്പറേഷൻ ബോർഡുകൾ കൊടുക്കില്ലേ? അത് സാധാരണയായിട്ട് എല്ലാ ഗവൺമെൻറ്റും നടത്തിപ്പോരുന്ന ഒരു കാര്യമല്ലേ. അതിലെന്താ ഇത്ര അത്യത്ഭുതകരമായ കാര്യം? കോർപ്പറേഷൻ ബോർഡും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നമുക്ക് കൊടുക്കേണ്ട ഒരു ബോർഡ് ചെയർമാൻ സ്ഥാനം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കൊടുക്കാൻ LDF തീരുമാനിക്കുന്നു, അത് കൊടുത്തിരിക്കുന്നു. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇതിൽ അനിതര സാധാരണമായ ഒന്നുമില്ല. നമ്മുടെ പൊതുഘടനയിൽ തെരഞ്ഞെടുപ്പിൽ നടന്നതാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലകൃഷ്ണ പിള്ള കൂടി അദ്ദേഹത്തിൻ്റെ പാർട്ടി കൂടി പിന്തുണച്ചാണ് ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നത്. മറ്റൊട്ടേറെ ആളുകൾ പിന്തുണച്ചിട്ടുണ്ട്. ആ പിന്തുണച്ചവർക്കിടയിൽ നമ്മൾ ചെയർമാൻ സ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിലൊരു സ്ഥാനം കൊടുത്തു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അന്ന് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പുറത്തു നിന്നുള്ള ശക്തികൾ നിങ്ങളെ ഇത്തരമൊരു ചുമതല ബാലകൃഷ്ണപിള്ളയ്ക്ക് നൽകാൻ നിർബന്ധിപ്പിച്ചിരിക്കുന്നു.
ഇവിടെ ശ്രീ വിജയരാഘവൻ പറയുന്നത് മറ്റൊരു സാഹചര്യമാണ്. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ബോർഡ് കോർപ്പറേഷനുകളൊക്കെ വിഭജിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ വിഭജിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിനും ഒരു സ്ഥാനം കിട്ടുന്നു. രണ്ടും രണ്ടാണ് എന്നാണ് പറയുന്നത്. പെരുന്നയിൽ നിന്നുള്ള ഒരു തിട്ടൂരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത്തവണ അതേ ചുമതലയിൽ ബാലകൃഷ്ണപിള്ള ഇരിക്കുന്നത്. ആ വ്യത്യാസമാണെന്നാണ്. അല്ല, ഇന്നത്തെ ചർച്ചയിൽ ഞാൻ ബാലകൃഷ്ണപിള്ളയ്ക്ക് കിട്ടിയ ഈ പദവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. കാരണം UDF കേരളം ഭരിക്കുമ്പോൾ ശ്രീ ബാലകൃഷ്ണപിള്ളയ്ക്ക് കൊടുത്ത അതേ പദവിയും അധികാരങ്ങളും ഇന്ന് വീണ്ടും ശ്രീ ബാലകൃഷ്ണപിള്ളയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് ഈ ചർച്ചയിൽ എന്തെങ്കിലും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കള്ളത്തരം, അവരുടെ പൊള്ളത്തരം, അവരുടെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, അവരുടെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇവിടെ ഞാൻ മനഃപൂർവ്വം ഒരു കാര്യം പറഞ്ഞു. ശ്രീ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ ശ്രീ അച്യുതാനന്ദൻ നടത്തിയ പോരാട്ടം വ്യക്തിപരമാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിജയരാഘവൻ അതിശക്തമായി ഇതിനെ എതിർത്തു. പാർട്ടിക്ക് കണക്കുണ്ട്, പാർട്ടി കൊടുത്ത പൈസ ഞങ്ങളാണ് ആ പോരാട്ടം നടത്തിയത്, മാർക്സിസ്റ്റ് പാർട്ടി. അതാണ് ഇപ്പോൾ ശ്രീ വിജയരാഘവൻ പറഞ്ഞത്. മാർക്സിസ്റ്റ് പാർട്ടിയാണ് നടത്തിയത്, പാർട്ടിക്ക് വേണ്ടിയാണ് അച്യുതാനന്ദൻ സഹോ നടത്തിയത്. പാർട്ടിയും അച്യുതാനന്ദനും രണ്ടായി കാണണ്ട. ഞാൻ ഈ ചർച്ചയിൽ രണ്ടുപേരെ ഒന്നായി കാണാൻ ആഗ്രഹിക്കുന്നു. അച്യുതാനന്ദനും പാർട്ടി ഒന്നാണ്. ഈ പോരാട്ടം നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയാണ്, പണം കൊടുത്തത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ 20 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ അനന്തരഫലമായി ജയിലിൽ അടയ്ക്കപ്പെട്ട ബാലകൃഷ്ണപിള്ള, അഴിമതിക്കാരനെന്ന് നിങ്ങൾ മുദ്രയടിച്ച ബാലകൃഷ്ണപിള്ള, നിങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾ കോടതി അംഗീകരിച്ചു തന്നു. കോടതി അഴിമതിക്കാരനാണെന്ന് വിധിച്ചു അകത്തിട്ട ബാലകൃഷ്ണപിള്ള. ആ ബാലകൃഷ്ണപിള്ള മുന്നണിയിൽ നിങ്ങളെ ഇത്തവണ പിന്തുണച്ചു. അടുത്ത പാർലമെന്റ് ഇലക്ഷൻസ് KM മാണി നിങ്ങളെ ചിലപ്പോൾ പിന്തുണച്ചേക്കാം. അപ്പോൾ നിങ്ങളെന്താ ഈ നോട്ടടി യന്ത്രം എവിടെ കൊണ്ടുവയ്ക്കും? മാണിയുടെ ബാർകോഡ് എവിടെ കൊണ്ടുവയ്ക്കും? മാണി കോടിക്കടത്ത് നടത്തിയെന്ന് പറഞ്ഞ് അതെവിടെ കൊണ്ടുവയ്ക്കും? ലോട്ടറി തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് എവിടെ കൊണ്ടുവയ്ക്കും? അപ്പം തട്ടിപ്പുകാർ എന്ന് നിങ്ങൾ മുദ്രയടിച്ച ആളുകൾ, തട്ടിപ്പുകാർക്കെതിരെ നിങ്ങൾ കോടതിയിൽ പോയ ആളുകൾ, നിങ്ങൾ അവരെല്ലാം വന്നു കഴിഞ്ഞാൽ അടുത്ത തവണ മുന്നണി ഉണ്ടാക്കിയാൽ ഈ നോട്ടിംഗ് യന്ത്രം AKG സെന്ററിൽ പ്രദർശിക്കുമോ? ഈ വാങ്ങിച്ച പണത്തിന്റെ എല്ലാം പങ്ക് നിങ്ങൾ പറ്റിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരികെ എത്താം. ശ്രീ A വിജയരാഘവൻ, ഈ രാഷ്ട്രീയം മാറുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ നിലപാടുകൾ നീതീകരിക്കാൻ കഴിയുമെന്ന് പറയുന്നത് കേരളത്തിൽ പ്രസക്തമല്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ CPM-ഉം കോൺഗ്രസും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോകുന്നില്ല. 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റവും കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ബാക്കി കക്ഷികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കഴിയൂ. 5 വർഷത്തിനിടയിൽ ഭരണമാറ്റം വരുമെന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഈ മാറ്റങ്ങളൊക്കെ അവസരവാദപരമായി സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു ശാക്തിക വിസ്ഫോടനമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്കൊപ്പം ഇവർ അവരുടെ രാഷ്ട്രീയം വെടിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിനെ പരിണമിപ്പിച്ച് അവർ ഞങ്ങൾക്കൊപ്പം വന്നത് എന്നൊന്നും നെഞ്ചുവിരിച്ച് പറയേണ്ട. ഈ അവസരവാദ രാഷ്ട്രീയത്തിന് കളിക്കാൻ കഴിയുന്ന ഒരു കളമാണ് കേരളമെന്നും അതിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആര് വന്നാലും വാരി പുണരുമെന്നും മാത്രം പറഞ്ഞാൽ മതി. നേരിട്ട് ഒളിച്ചു കിടത്താതെ ഈ കാര്യവും അങ്ങ് സമ്മതിക്ക്. അല്ല വേണു, ഇത് അങ്ങനെയല്ല സംഭവം. ഇതിപ്പോ പിന്നെ നമ്മുടെ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതിനെ കുറിച്ച് ഒരു വാചകം പറയാതെ പോകണ്ട. അതെന്താ വെച്ചാൽ അദ്ദേഹം ആ പറഞ്ഞത് മുഴുവൻ സാങ്കല്പികമായ കാര്യങ്ങളാണ്, സാങ്കല്പികമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലില്ലാത്ത വിഷയങ്ങളെ സാങ്കല്പികമായി കണ്ടുകൊണ്ട് ആ സാങ്കല്പിക ചോദ്യങ്ങളുടെ ഉത്തരം അന്വേഷിക്കുകയാണ്. അതിൽ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ബാക്കിയൊരു ഭാഗത്ത് എന്താ, ബാക്കിയൊരു ഭാഗത്ത് അഴിമതി നടത്തിയ വിഷയത്തിൽ അത് സ്വാഭാവികമായും ആ വിഷയത്തിൽ അതിനോട് കലഹിക്കും, അതിനോട് തർക്കിക്കും, അതിനെതിരായി ഏതറ്റം വരെയും പോകും. ഇപ്പോൾ ശ്രീ ബാലകൃഷ്ണപിള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിന്നിട്ട് ഒരു അഴിമതി നടത്തിയിട്ടില്ല. അതേ ഈ ചുമതലയായിട്ട് ബന്ധപ്പെടുത്തി നമുക്കത് പറയാൻ വേണ്ടി രാഷ്ട്രീയ സാഹചര്യത്തെ അടർത്തി മാറ്റിക്കൊണ്ടാണ് താങ്കൾ സംസാരിക്കുന്നത്. അവിടെയാണ് ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ ആവർത്തിക്കുന്നത്. ഈ CPM-ഉം കോൺഗ്രസുമായുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തത് ബാക്കി എല്ലാവരും മാറി മാറി വരുന്നുണ്ട്. ആ മാറി മാറി വരുന്നതിനെ ഒരു വലിയ രാഷ്ട്രീയ വിച്ഛേദമായി എന്തിനാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്? ഞങ്ങൾ മാറി മാറി വരുന്ന എല്ലാറ്റിനെയും അതേപോലെ അങ്ങ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഒരു കാലത്തും സ്വീകരിച്ചു പോന്നിട്ടില്ല. ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, ഒരു ഇടതുപക്ഷ നിലപാട്. ആ ഇടതുപക്ഷ നിലപാടിനെ അനുകൂലിച്ച് ഞങ്ങളുടെ ഇടതുപക്ഷ നിലപാടുകളുടെ കൃത്യമായ ഒരു സമീപനം ജനങ്ങളുടെ മുന്നിൽ വെച്ചതാണ്. ജനങ്ങളുടെ മുന്നിൽ വെച്ച ഇടതുപക്ഷ നിലപാടിനെ, ഇടതുപക്ഷ മാനിഫെസ്റ്റോയെ അംഗീകരിച്ചുകൊണ്ടാണ്. അല്ലാതെ അവിടെ അവസരവാദത്തിൻ്റെ ഒരു പ്രശ്നവും അതിൽ വരുന്നില്ല. UDF-ഉം LDF-ഉം വ്യത്യസ്തം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്നാക്കണ്ട.
UDF-ഉം LDF-ഉം വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ ഈ UDF-ലുള്ള കക്ഷികൾ LDF-ലേക്ക് വരുമ്പോൾ LDF അതിനനുകൂലമായ സമീപനമെടുക്കുമ്പോൾ ഈ UDF-ഉം LDF-ഉം രണ്ടാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ് ശ്രീ വിജയരാഘവൻ? UDF-ലിരിക്കുന്നവർക്കെല്ലാം ഏത് ഘട്ടത്തിലും അല്ലല്ല ഏത് ഘട്ടത്തിലും LDF-ലേക്ക് വരാൻ കഴിയുമെങ്കിൽ പിന്നെ എന്താണ് ഈ UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം? ഒരാൾക്ക് വരാനേ കഴിയാതിരിക്കുന്ന ഒരു പ്രതിരോധത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയാണല്ലോ ഈ UDF LDF എന്നത്. അങ്ങനെ അല്ലാത്ത സാഹചര്യമാണ് നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നത്. മാണി വന്നാലും ഈ പറയുന്ന ബാലകൃഷ്ണപിള്ള വന്നാലും ഒക്കെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഇടതുപക്ഷത്തിനൊപ്പം ദീർഘകാലം ഉണ്ടായിരുന്ന 3 പേർ അങ്ങോട്ടും പോയിരിക്കുകയാണ്. പിന്നെ എവിടെയാണ് ഈ ഈ UDF LDF വ്യത്യാസം? വീണ്ടും മനസ്സിലാവണില്ല, അതാണ് പ്രശ്നം. അതായത് നമ്മുടെ മാണി ഇങ്ങോട്ട് വന്നിട്ടില്ല, അതാദ്യം പറയൂ. വന്നിട്ടില്ല, വരും എന്ന് നിങ്ങൾ എല്ലാവരും വരും എന്നുള്ള ഒരു സാങ്കല്പിക ചർച്ചയെ കൊണ്ടുപോയി അവിടെ വെച്ച് പിള്ള വരിക മാത്രമല്ല, പിള്ള വന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ MLA ഇടതുപക്ഷ മുന്നണിയെ പിന്താങ്ങുകയും ചെയ്യുന്നു. ഞാൻ ആ ഭാഗം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയതാണ്. ഇടതുപക്ഷവും UDF-ഉം തമ്മിലുള്ള വ്യത്യാസം ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ മുൻഗണനകളുമായി ബന്ധപ്പെടുത്തതാണ്. അത് ഒരു ഭാഗത്ത് അത് കടുത്ത അഴിമതി നമുക്കറിയില്ല. നമ്മുടെ മുന്നിലെ കൺമുമ്പിലൂടെ കടന്നുപോയ കുറേ സംഭവങ്ങളില്ലേ, നിങ്ങളുടെ മുന്നിൽ തന്നെ കുറേ ആളുകളെ നമ്മൾ അവതരിപ്പിച്ചതല്ലേ, പല അഴിമതികളും നമ്മൾ കണ്ടതല്ലേ. നമ്മുടെ മുന്നിലൂടെയാണ് കടന്നുപോയതാണല്ലോ. ശ്രീ ഷാജഹാനിലേക്ക് രാഷ്ട്രീയ പ്രതികരണത്തിന് പോകുന്നതിന് മുൻപായി ശ്രീ വിജയരാഘവൻ, ശ്രീ സണ്ണി എം കബിക്കാട് ചൂണ്ടിക്കാട്ടിയ വിഷയത്തിനോട് താങ്കളുടെ മറുപടി. ഇത് ഭരണഘടനാപരമായി സാധുവല്ലാത്ത ഒന്നാണ്, അതിനെ എന്തുകൊണ്ട് പിൻപറ്റുന്നു? പിന്നെ അഴിമതിക്കാരനല്ലെങ്കിൽ പോലും ബാലകൃഷ്ണപിള്ള ഇങ്ങനെ ചുമതലയിലിരുന്നാലും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതായിരുന്നു. കാരണം അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന സാമൂഹ്യ അനീതി, നിയമവിരുദ്ധത, ഭരണഘടനാ വിരുദ്ധത എന്ന വിഷയമുണ്ട് എന്ന്. പിന്നെ ഒരു കാര്യം കൂടി ആവർത്തിച്ച് പറയുകയാണ്, ഈ കോർപ്പറേഷനും ബോർഡും ഒക്കെ ഇങ്ങനെ വിഭജിച്ച് കൊടുക്കുമ്പോൾ ഈ പറയുന്ന പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്തുകൊണ്ട് ഇത്തരം ഉയർന്നൊരു പദവി കിട്ടുന്നില്ല? അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സവർണ, ഒരു ഫ്യൂഡൽ രാഷ്ട്രീയമാണ്. അതൊരു ആക്ഷേപം ഉന്നയിക്കുകയാണ് ഞങ്ങൾക്കെതിരായിട്ട്. അതിൽ വസ്തുതകളുടെ പിൻബലമൊന്നുമില്ല. അത് കാരണം വെച്ചാൽ എന്താ നമ്മൾ കണ്ടത്, പിന്നോക്കക്കാരുടെയും പിന്നെ പട്ടികജാതിക്കാർ വിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങൾക്കാണ് ഒന്നാമത്തെ മുൻഗണന കൊടുക്കുന്നത്. ഏറ്റവും ദളിതന്റെ പ്രശ്നത്തിനാണ് ഒന്നാമത്തെ മുൻഗണന, അതിലൊരു സംശയമില്ല. അവരുടെ കോർപ്പറേഷൻ നല്ല നിലയിൽ ചലിക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായവും സാമ്പത്തികമായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നൽകുക എന്നുള്ളതിനാണ്. അതിലൊരു കുറവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഭാഗത്തില്ല. ആ വിഭാഗത്തിനുള്ള മേഖലയിലാണ്. ക്യാബിനറ്റ് റാങ്ക് അല്ലല്ലോ ഈ കൊടുക്കുന്നത്. പൈസ ജനങ്ങൾ കൊടുക്കുന്നത് ക്യാബിനറ്റ് റാങ്ക് ഉണ്ടോ നോക്കിയിട്ടാ, ക്യാബിനറ്റ് റാങ്ക് നോക്കിയിട്ടാണോ ധനസഹായം നൽകുക? ക്യാബിനറ്റ് റാങ്ക് ധനസഹായം എന്നാൽ 5 രൂപ 10 രൂപ പോകും. രണ്ട് കാര്യങ്ങളാണ് ആർ ബാലകൃഷ്ണപിള്ള പറയുന്നത്. ഇവിടെ ഏറ്റവും അശരണരായവർ ബ്രാഹ്മണരാണ് എന്ന് കടകംപള്ളിയും പറയുന്നത് തന്നെയാണ്. നിങ്ങൾ ഏറ്റവും ദുഃഖിക്കുന്നത് ഇപ്പോൾ ഈ സവർണ വിഭാഗത്തെ പറ്റിയാണ്. അവിടെയാണ് ശ്രീ സണ്ണി എം കബിക്കാടൊക്കെ ചോദിക്കുന്നത്, ഇവിടെ വീടില്ലാതെ തെരുവിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു സവർണ ബ്രാഹ്മണനെ കാട്ടിത്തരാമോ? ആദിവാസികൾ താമസിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു കോളനിയിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു സവർണനെ കാട്ടിത്തരാമോ? ഇങ്ങനെ സാമൂഹ്യ നിരപേക്ഷമായ ഒരു ചിത്രമാണ് നൽകുന്നത്. എന്നിട്ട് ഞാൻ കൃത്യമായിട്ട് തന്നെ മറുപടി പറയുന്നത്, അതിലേക്ക് ഞാൻ വരികയായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ അതാ ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ മുൻഗണന ദളിതനാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് തന്നെയാണ് പരിഹാരം. അതിനാവശ്യമായ പിന്തുണയും സഹായവും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ല നിലയിലുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ആ കോർപ്പറേഷൻ ഏറ്റവും നല്ല നിലയിൽ ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ പദവിയല്ല, മറ്റേ പദവി മാത്രമല്ല അതിൻ്റെ ഘടകം. രണ്ടാമത്തെ ഒരു കാര്യം, പാവപ്പെട്ട മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ദളിതരാണെന്ന് പറയുമ്പോൾ ദളിതർ മാത്രമാണ് പാവപ്പെട്ടവർ എന്ന് പറയാനൊന്നും പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? പാവപ്പെട്ടവർ നമ്മുടെ സാമൂഹ്യ ഘടനയിൽ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. എല്ലാ വിഭാഗത്തിലുമുള്ള പാവപ്പെട്ടവരും സമ്പന്നരുണ്ട്. കൂടുതൽ പാവപ്പെട്ടവരുള്ളത് ദളിത് വിഭാഗത്തിലാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കണം. മറ്റു മേഖലയിൽ പാവപ്പെട്ടവരുടെ എണ്ണം ആ അളവിലില്ല, ആ അളവിൽ കൊടുത്താൽ മതി. പക്ഷേ എല്ലാ പാവപ്പെട്ടവർക്കും നമ്മൾ പരിഗണന കൊടുത്തേ പറ്റൂ. അതിലൊന്നും യാതൊരു സംശയവുമില്ല. നമ്മുടെ സാമൂഹ്യ ഘടനയിൽ എല്ലാ മേഖലയിലും ഇതാണ് ഈ സാമ്പത്തിക സംവരണത്തിന്റെ ഒരു പ്രശ്നം. ശ്രീ വിജയരാഘവൻ, രണ്ട് വിഭാഗത്തിലും പാവപ്പെട്ടവരുണ്ടാകും, പക്ഷേ അവരെ തുലനം ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ് ആ പാവത്തരം കിടക്കുന്നത്. സാമ്പത്തിക സംവരണത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ മൂർത്തമായ യാഥാർത്ഥ്യങ്ങളെയാണ് കാണാത്തത്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.